بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه وسلم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി അവൻ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആയത്തുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക്, സത്യത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യതിരക്തമായി മനസ്സിലാകുവാനും സത്യത്തിനെ ഇഷ്ടപ്പെടുന്ന, നാളെ പരലോകത്തിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർക്ക് കൃത്യമായ പാത മനസ്സിലായി മുജ്രിമീങ്ങളുടെ പാതകളിൽ നിന്ന് വ്യതിരക്തമായി കൊണ്ട് സത്യത്തിന്റെ പാതയെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളെ ഖുർആനിൽ കൂടി വിശദീകരിച്ചു തന്നത് എന്നാണ് ഈ ആയത്തിന്റെ ആശയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളായ നമ്മുടെ മേൽ നിർബന്ധമായ സംഗതിയാണ് ജനങ്ങൾക്ക് ഹക്കും ബാത്തിലും വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹു തആല നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഇത് പൂർത്തീകരിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സലഫിയത്തിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഇത് ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം. അതിനാൽ തന്നെ ഒരു അപരിചിതത്വം അവർക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അങ്ങനെ ഒരു അപരിചിതത്വത്തിനെ കുറിച്ച് നമ്മുടെ പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം അത് ഒരു അപരിചിതമായി കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അത് അപരിചിതത്വത്തിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. അന്നുള്ള അപരിചിതർക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുമ്പോൾ ഇനി ഇപ്പോൾ കേൾക്കുന്നവരിലും ഒരുപക്ഷെ പിന്നീട് ഇത് പല വസീലകളിൽ കൂടി, പല മാർഗങ്ങളിൽ കൂടി പ്രചരിപ്പിക്കപ്പെട്ട് ഇൻഷാ അല്ലാഹു തആല പിന്നീട് കേൾക്കുന്നവരിലും ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ മേൽ നിർബന്ധമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നവർ ആരാണ്? അവർ വർത്തമാനങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതിനെ പിന്തുടരുന്നവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ ആയത്തുകളിൽ നിന്നും അഹാദീസുകളിൽ നിന്നും സലഫുകളുടെ ചര്യകളിൽ നിന്നും ശരിയായ തെളിവുകളോടുകൂടി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് എത്ര അപരിചിതമായി തോന്നിയാലും ശരി, അതവൻ എത്ര ദഹിക്കുന്നില്ലെങ്കിലും ശരി, അവന്റെ മേൽ നിർബന്ധമാണ് അവൻ അത് സ്വീകരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പൂർണ്ണമായ വിശാലമായ സത്യത്തിനെ കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന മനസ്സോടുകൂടി എന്റെ ഈ സംസാരത്തിനെ കേൾക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സലഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞതുപോലെ സലഫ് എന്ന പദത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അസ്-സലഫിയ എന്ന പദത്തിനെ നമ്മൾ പറയുക. സലഫിയത്ത് എന്ത്? മറ്റുള്ള ഇതര സംഘങ്ങളുടെ ദഅവത്തിൽ നിന്ന് സലഫിയത്തിന്റെ ദഅവത്തിനെ വ്യതിരക്തമാക്കി നിർത്തുന്ന കാര്യങ്ങൾ എന്ത് എന്നത് പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം.
ഷെയ്ഖ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞിട്ടുണ്ട്, അസ്സലഫു മഅനാഹുൽ മുതഖദ്ദിമൂൻ. അസ്സലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. ഫകുല്ലു മാ തഖദ്ദമ അലാ ഗൈരി ഫഹുവ സലഫുൻ ലഹു. അപ്പോൾ എന്തിന്റെ മുൻകടന്ന് ഏതൊരു വസ്തു കടന്നുപോയോ അതെല്ലാം സലഫാണ് നമ്മൾ പറയും. അപ്പൊ മുൻകടന്നു പോയതിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് സലഫ്. വലാകിൻ ഇദാ ഉത്ലിഖ ലഫ്ദു സലഫി, എന്നാൽ സലഫ് എന്നുള്ള പദം നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഫൽ മുറാദു ബിഹി അൽ ഖുറൂനു സലാസത്തുൽ മുഫദ്ദല, ആദ്യത്തെ 3 നൂറ്റാണ്ടുകാരെയാണ് അസ്സലഫ് എന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അസ്സഹാബ വത്താബിഊന വതാബിഉഹും, സഹാബാക്കൾ, അതിനുശേഷം വന്ന താബിഈങ്ങൾ, അതിനുശേഷം വന്ന താബിഈങ്ങൾ, അവരെയാണ് നമ്മൾ സലഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അവരാണ് ഹഉലാഇ ഹുമുസ് സലഫുസ് സ്വാലിഹ്, അവരാണ് സ്വാലിഹീങ്ങളായ സലഫുകൾ. വമൻ, ഇനിയോ വമൻ കാന ബഅദഹു, ഇനി അവർക്ക് ശേഷം വന്ന ആളുകളുണ്ട്. വസാറ അലാ മൻഹജിഹി, അവരുടെ അതേ പാതയിൽ നടന്നവർ, ആ സലഫുകളുടെ അതേ പാതയിൽ നടന്നവർ, അതേ മാർഗത്തിൽ ചരിച്ചവർ. ഫഇന്നഹു മിസ്ലുഹും, തീർച്ചയായും അവനും അവരെ പോലെയാണ്. അലാ ത്വരീഖത്തി സലഫ്, സലഫുകളുടെ പാതയിൽ. വഇൻ കാന മുതഅഖിറൻ അൻഹും ഫി സമാൻ, ഇനി കാലം കൊണ്ട് അവരെക്കാൾ ഒരുപാട് താമസിച്ചു വന്നവരാണ് ഇവനെങ്കിലും. ലിഅന്ന സലഫിയ്യ, കാരണം സലഫിയ്യ എന്ന് പറഞ്ഞാൽ തുത്ലഖു അലൽ മനാഹിജ് അല്ലദി സലക്കഹു അസ്സലഫുസ് സാലിഹ്. അപ്പൊ സലഫിയ്യ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അസ്സലഫിയ്യ എന്താണ്? ഷെയ്ഖ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി തആല ഈ കാലഘട്ടത്തില് സലഫിയത്തിന്റെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി തആല പരിചയപ്പെടുത്തുകയാണ്. അസ്സലഫിയ്യ തുത്ലഖു അലൽ മനാഹിജ് അല്ലദി സലക്കഹു അസ്സലഫുസ് സാലിഹ് റളിയല്ലാഹു അൻഹു. നമ്മുടെ മുൻഗാമികളായ അസ്സലഫുസ് സാലിഹ്, അവർ ചരിച്ച പാതയെയാണ് നമ്മൾ അസ്സലഫിയ്യ എന്ന് പറയുന്നത്. അപ്പോൾ സലഫിയ്യ എന്ന് പറയുന്ന ആ പാതയിലേക്ക് വെറും സംസാരം കൊണ്ട് നാം നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അള്ളാഹു പറഞ്ഞ തൃപ്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വിജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഈ ആയത്തിന്റെ തഫ്സീർ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, മുൻകടഞ്ഞു പോയ ആളുകൾ ആണ് അവർ? മുഹാജിറുകളും അൻസാറുകളും, അതായത് സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളെ പിൻപറ്റി വന്ന താബിഉകൾ, എങ്ങനെയുള്ള താബിഉകൾ? ബി ഇഹ്സാൻ, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റി. അങ്ങനെയുള്ളവർക്കാണ് എന്തുള്ളത്? റളിയല്ലാഹു അൻഹു വറദു അൻഹു, അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. അതുപോലെ തന്നെ വഅഅദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരുക്കി വെച്ചിട്ടുള്ളത്? താഴെ കൂടെ ഒഴുകുന്ന അരുവികൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഖാലിദീന ഫീഹ അബദ, അവർ അതിൽ കാലാകാലം നിത്യവാസികളായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ വിജയം അതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കലാണ് ഏറ്റവും വലിയ വിജയം. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കലാണ് ഏറ്റവും വലിയ വിജയം. എന്നാൽ ആ തൃപ്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് നൽകുന്നത്? നമ്മുടെ സഹാബാക്കളെ പിൻപറ്റിയവർക്കാണ്. അതാണ് ഇമാം ശൗഖാനി റഹ്മത്തുള്ളാഹി തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വബഅനല്ലദീന ഇത്തബഊഹും ബിഇഹ്സാനിൻ. എന്താണ് ഈ ഇത്തബഊഹും ബിഇഹ്സാനിൻ? അവരെ ഇഹ്സാനോട് കൂടി പിൻപറ്റിയവർ, അവർക്ക് തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് ഇഹ്സാനോട് കൂടി പിൻപറ്റിയവർ? അല്ലദീന ഇത്തബഊ അസ്സാബിഖീനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാരി വഹുമുൽ മുതഅഖിറൂന അൻഹും. അപ്പൊ സ്വഹാബാക്കൾക്ക് ശേഷം വന്ന ആളുകൾ, അത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും നമ്മളായാലും ശരി, നമുക്കും ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ പറഞ്ഞ, ഈ ഖുർആൻ ആയത്തിൽ പറഞ്ഞ ആ തൃപ്തിയും വിജയവും ലഭിക്കും. എപ്പോഴാണ്? വല്ലദീന ഇത്തബഊ ബി ഇഹ്സാൻ, ഇഹ്സാനോട് കൂടി ആ സഹാബാക്കളെ പിൻപറ്റിയാൽ, ഇഹ്സാനോടുകൂടി സഹാബാക്കളെ പിൻപറ്റിയാൽ. ആ ഇഹ്സാൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ശൗഖാൻ റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, വല്ലദീന ഇത്തബഊഹും മുതലബ്ബിസീന ബി ഇഹ്സാൻ ഫിൽ അഫ്ആലി വൽ അഖ്വാൽ. വെറും വർത്തമാനം കൊണ്ടല്ല, ഞാൻ സലഫിയാണ്, ഞാൻ സലഫിയാണ്. എന്താ സലഫി മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിയില്ല.
സലഫുകൾ ഒരു 10 സലഫി പണ്ഡിതന്മാരുടെ ഇല്ലെങ്കിൽ സലഫുകളുടെ ഒരു താബിയങ്ങളുടെ 10 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിയില്ല. സഈദ് ബിൻ മുസയ്യിബിനെ ചോദിച്ചാൽ പോലും അറിയാത്ത സലഫിയത്ത് വാദിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ആരാ സഈദ് ബിൻ മുസയ്യിബ്? സഹാബാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ താബിഈങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. സഹാബാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സലഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഖ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞ സലഫ് ആരാണ്? സഹാബാക്കളും താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും. സഹാബാക്കളുടെ പേരുകൾ ചിലപ്പോൾ ഒരുപാട് കേട്ട് കുറച്ച് പേരുകളൊക്കെ അറിയാമായിരിക്കും. എന്നാൽ ആ സഹാബാക്കൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ദറജയിലുള്ള ആളുകൾ താബിഈകളാണ്. ആ താബിഈകൾ അഅ്ലമുത് താബിഈൻ, ഏറ്റവും വലിയ ഇൽമുള്ള പണ്ഡിതൻ എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ആളാണ് സഈദ് ബിൻ മുസയ്യിബ്. ഒരുപക്ഷെ ഒരുപാട് കാലം സലഫി സംഘടനകളൊക്കെ പ്രവർത്തിച്ചു കാണും. എന്നാൽ സഈദ് ബിൻ മുസയ്യിബ് ആരാണ് അതറിയില്ല. അപ്പൊ സലഫുകളുമായിട്ടുള്ള ബന്ധം നമുക്ക് നാവിൽ കൂടി ഉണ്ടായാൽ പോരാ. നാവിൽ കൂടി ഞാൻ സലഫിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ സലഫിയാവും. മറിച്ച് നമുക്ക് സലഫുകളുമായി ബന്ധം വേണം. വർത്തമാനത്തിൽ കൂടിയും പ്രവർത്തനത്തിൽ കൂടിയും സലഫുകളുമായി ബന്ധം വെക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സലഫിയായി തീരുന്നത്. ഈ സലഫി എന്ന് പറയുന്ന ആളിനെ ആ സലഫിയ എന്ന് പറയുന്ന അതേ കാര്യത്തെ തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇബ്നു ഹസം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന് അൽ ഫസ്ൽ ഫിൽ മിലൽ വൻ നിഹൽ എന്ന കിതാബിൽ പറഞ്ഞത്, വ അഹ്ലുസുന്ന അല്ലദീന നദ്കുറുഹും അഹ്ലുൽ ഹഖ്. ഞാൻ ഈ പറയാൻ പോകുന്ന അഹ്ലുസുന്ന അവരാണ് അഹ്ലുൽ ഹഖ്. വമൻ അദാഹും ഫഅഹ്ലുൽ ബിദ്അ, അവർക്ക് പുറമെയുള്ള എല്ലാ ആളുകളും ബിദ്അത്തിന്റെ കക്ഷികളാണ്. അതിനുശേഷം മഹാൻ പറയുകയാണ്, ഫഇന്നഹുമുസ് സ്വഹാബത്തു റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അവർ സ്വഹാബാക്കളാണ്. വകുല്ലു മൻ സലക നഹ്ജഹും, അവരുടെ പാത പിന്തുടർന്ന് അവരുടെ പാതയിൽ പ്രവേശിച്ച മുഴുവൻ പേരും മിൻ ഖിയാരി താബിഈൻ, താബിഈങ്ങളിലുള്ള ശ്രേഷ്ഠർ റഹ്മത്തുള്ളാഹി അലൈഹിം സുമ്മ അസ്ഹാബുൽ ഹദീസ്. അതിനുശേഷം പിന്നെ ആരാണ് അഹ്ലുസുന്ന? ഹദീസിന്റെ ആളുകളാണ്. വമൻ ഇത്തബഅഹും മിനൽ ഫുഖഹാഇ, അതുപോലെ തന്നെ ആ ഹദീസിന്റെ ആളുകളെ പിന്തുടരുന്ന ഫുഖഹാക്കൾ ജീലൻ ഫജീലൻ, ഓരോ കാലഘട്ടത്തിലെയും ഇലാ യൗമിന ഹാദാ, ഈ കാലഘട്ടം വരെ മൻ ഖതദാ ബിഹിം മിനൽ അവാമി ഫി ശർഖി വൽ അർദി വഗർബിഹാ, അതുപോലെ തന്നെ ഭൂമിയിൽ പടിഞ്ഞാറും കിഴക്കുമുള്ള അവരെ പിന്തുടരുന്ന സാധാരണക്കാരും അവരുമാണ് സലഫ്, അവരുമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അപ്പൊ സലഫിയത്തിനെ എന്താണോ നമ്മൾ നിർവചിക്കുന്നത് അതേ കാര്യം കൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഇബ്നു ഹസം റഹിമഹുല്ലാഹു തആല നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ സലഫിയത്ത് തന്നെയാണ് എന്ത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ചില പ്രത്യേകതകളുണ്ട്. ചില ആളുകൾ ചോദിക്കും, എല്ലാവരും സലഫികളാണെന്ന് പറയുന്നു, ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ പല ആളുകളും എങ്ങനെയാണ് ശരിക്കും സലഫി? ഇപ്പൊ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്ത് തന്നെ 3-4 സംഘടനകളുണ്ട്. അവർ പറയും നമ്മളാണ് ശരിക്കും സലഫികൾ. അപ്പോൾ ആരാണ് സലഫികൾ? കള്ള നാണയങ്ങളെ എങ്ങനെ ശരിയായ നാണയത്തിൽ നിന്നൊരു സാധാരണക്കാരൻ വ്യതിരക്തമാക്കി എടുക്കും? അപ്പൊ അതിനുള്ള ചില പ്രത്യേകതകൾ, സലഫിയത്തിനുള്ള പ്രത്യേകതകൾ ഖുർആൻ സുന്നത്തിൽ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. അതുപോലെ തന്നെ ദൈക്ഷണികമായിക്കൊണ്ട് ബുദ്ധിപരമായ ചില സംഗതികളും. അപ്പൊ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ പറയുന്നത് സത്യമാണ്. എന്നിട്ട് അവൻ പരിശോധിക്കുക, ഈ പറഞ്ഞ സത്യം ഞാൻ പരിചയിച്ച സലഫി സംഘടനകൾ ഉണ്ടോ, അവർ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ, അവർ ഇക്കാര്യങ്ങൾ കൊണ്ട് വിശേഷണങ്ങൾ സിദ്ധിച്ചവരാണോ, അവരിൽ ഈ ഗുണങ്ങളുണ്ടോ? അങ്ങനെ പരിശോധിക്കുമ്പോൾ അവന് മനസ്സിലാവും ഇത് കള്ള നാണയമാണോ ശരിക്കുമുള്ള സലഫിയത്താണോ എന്ന്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഗുണം, അവരിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു ഗുണം, അത് മറ്റൊന്നുമല്ല അവരുടെ ഇൽമിനോടുള്ള മഹബത്താണ്. നിങ്ങൾ നോക്കി, ഇന്നിപ്പോൾ നമ്മൾ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. വളരെ കുറച്ചു കാലമേ ആയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഒരു 10 പേരേ ഉള്ളൂ, ആയിരക്കണക്കിന് ആളുകളില്ല.
നൂറുകണക്കിന് വർഷങ്ങളായില്ല. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുകയാണ്? ഒരു കെട്ടിടമെങ്കിലും വാടകയ്ക്കെടുത്ത് ഇൽമ് പഠിക്കുവാൻ വേണ്ടി ഒരു സജ്ജീകരണം ചെയ്യുകയാണ്. ലോകത്ത് ഇല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ആര് വന്നാലും അവരുടെ പ്രായമോ മറ്റൊന്നും ചോദിക്കാതെ അവർക്ക് ഇൽമു പഠിക്കുവാൻ വേണ്ടി ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. എന്നാൽ സലഫിയത്ത് വാദിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ ഒരു നാട്ടിൽ 50 വർഷമായി കാണും, 10 വർഷമായി കാണും, 20 വർഷമായി കാണും, 2, 3, 4, 5 എന്നല്ല, ചിലപ്പോൾ 50, 60 ആളുകൾ ഉണ്ടാവും. എന്നാൽ ആ നാട്ടിൽ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഇൽമിനോടുള്ള ബന്ധം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേർക്ക് നേരെയുള്ള ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ഫഇന്നൽ അംബിയാ ലം യുവരിസു ദിർഹമ വലാ ദീനാറ ഇന്നമാ വറസുൽ ഇൽം ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. അംബിയാക്കൾ ഇവിടെ വിട്ടേച്ചു പോയ സംഗതിയാണ് ഇൽമ്, അനന്തരാവകാശമായി. അപ്പോൾ ഒരാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആണെന്ന് വാദിക്കുകയും ആ ഇൽമിലേക്ക് അവൻ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അമ്പിയാക്കളോട് വിട്ടേച്ചു പോകുക, അനന്തരാവകാശത്തിലേക്ക് അവൻ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവൻ എന്ത് സലഫിയത്താണുള്ളത്? അവൻ എന്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ ഇന്ന ദുനിയ മൽഊന മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹു വആലിമുൻ ഔ മുതഅല്ലിമുൻ. ഈ ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ദുനിയാവ് മുഴുവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടതാണ്. ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടതാണ്. ആരൊഴികെ? ഇല്ലാ ദിക്റുല്ലാഹ്. ആ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ ദിക്റുകൾ, ആ അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട സംഗതികൾ, വആലിമുൻ ഔ മുതഅല്ലിമുൻ, പിന്നെ ഒരു ആലിമുൻ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമും, അതായത് ഒരു പണ്ഡിതനും അല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥിയും. അപ്പോൾ എത്ര വലിയ ആവശ്യക്കാരാണ്. ഇതിൽ ഏതെങ്കിലും ഒരു വസ്ഫ് നമ്മളിൽ ഉണ്ടാവൽ, ഇതിൽ ഏതെങ്കിലും ഒരു ഗുണത്തിൽ നമ്മൾ ചെന്ന് ചേരൽ. കാരണം റസൂൽ പറയാ, ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ദിക്ർ ഒഴികെ, അള്ളാഹുവിന്റെ സ്മരണകൾ ഒഴികെ, ആ സ്മരണയുമായി ബന്ധപ്പെട്ട സംഗതികൾ ഒഴികെ പിന്നെ ആരാണ് ഒരു പണ്ഡിതനും ഒരു ഇൽമിന്റെ വിദ്യാർത്ഥിയും ഒഴികെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഈ ദുനിയാവിൽ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ വിജ്ഞാനം നൽകും. ആ ദീനിൽ, ആ ഇൽമിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ എങ്ങനെയാണ് സലഫിയത്തിന്റെ ആളുകളാവുക? ശൈഖുൽ ഇസ്ലാം അല്ലെങ്കിൽ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ ഇദ്രീസ് അൽ ഖിറാഫി റഹിമഹുല്ലാഹു തആല പറയുന്നു, വഅസ്ലു കുല്ലി ഫസാദിൻ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലുള്ള മുഴുവൻ ഫസാദും ആഖിറത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന മുഴുവൻ ഫസാദിനും കാരണം, അടിസ്ഥാനം ഇന്നമാ ഹുവൽ ജഹൽ, അത് അജ്ഞതയാണ്, ഇൽമില്ലായ്മയാണ്. ഫജ്തഹിദ്, അതിനാൽ നീ കഠിന പരിശ്രമം നടത്തുക. ഫീ ഇസാലതിഹി അൻക, അത് നിന്നിൽ നിന്ന് തുടച്ചു നീക്കുവാൻ മസ്തതഅത, നിനക്ക് കഴിയുന്നത് പ്രകാരം നീ ചെയ്യുക. വഅസ്ലു കുല്ലി ഖൈറിൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നമാ ഹുവൽ ഇൽം. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ ഖൈറിന്റെയും അടിസ്ഥാനം ഇൽമാണ്, വിജ്ഞാനമാണ്. ഫജ്തഹിദ് ഫീ തഹ്സീലിഹി മസ്തതഅത, അതിനാൽ തന്നെ അത് നേടുവാൻ നിനക്ക് എത്ര കഴിയുന്നുവോ അത്രയും നീ പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇൽമിലേക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ അവർ മുൻകടക്കും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഏറ്റവും വലിയ വസ്ഫാണ് ഇൽമിനോടുള്ള മഹബ്ബത്ത്, ഇൽമിനോടുള്ള സ്നേഹം, അതിനോടുള്ള ഉത്സുകത. അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയുള്ള സഹകരണങ്ങളും സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കുവാൻ വേണ്ടി അവർ കാണിക്കുന്ന ആത്മാർത്ഥത, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞില്ലേ, ലാ ഇൽമു ശൈഅൻ മിനൽ അഅമാലി അഫ്ളല മിനൽ ഇൽമി. എനിക്ക് അമലു സ്വാലിഹാത്തുകളിൽ നിന്ന് ഇൽമിനെ പോലെ ഒരു ഫളിലുള്ള കാര്യത്തിനെ അറിയില്ല, ശ്രേഷ്ഠതയുള്ള കാര്യത്തിനെ അറിയില്ല എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്. ഇമാം അൽ-ദഹബി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഈ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കിതാബ് എഴുതിയ ആളെയാണോ ഇൽമുള്ള ആള് എന്ന് പറയുന്നത്?
അതല്ലെങ്കിൽ ഒരുപാട് പ്രസംഗിക്കുന്നവരെയാണോ? അല്ല. പിന്നെ ഈ ഇൽമ കൊണ്ട് എന്താണ് ഉദ്ദേശം? ലൈസ ഹുവ ബികസ്റത്തി റിവായ വലാകിന്നഹു നൂറുൻ യഖ്ദിഫു അല്ലാഹു ഫിൽ ഖൽബ് വശർത്തുഹു ലിത്തിബാ വൽ ഫിറാറു മിനൽ ഹവാ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്ന വേറെ ആളുകൾ ഉണ്ടല്ലോ. സൂഫിയാക്കളെ പോലെ, അശ്അരികളെ പോലെ. അവർ ഏത് പള്ളിയിൽ പോയാലും അവർക്ക് ഉസ്താദും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൽമ എന്ന് പറഞ്ഞാൽ അത് വെറും ഇൽമ പഠിക്കുന്നില്ല, പുസ്തകം മാത്രമല്ല ഇവിടെ ഉദ്ദേശം, കിതാബോധന മാത്രമല്ല ഉദ്ദേശം, മറിച്ച് അൽ ഇൽമു വശർത്തുഹു അൽ ഇത്തിബാ, റസൂലിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. വൽ ഫിറാറു മിനൽ ഹവാ വൽ ഇബ്തിദാ, ബിദ്അത്തുകളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും ഓടി രക്ഷപ്പെടലും. ഈ രണ്ട് ഷർത്തും കൂടെ ചേർന്ന് പറഞ്ഞു. അപ്പൊ സൂഫിയാക്കളും അശ്അരികളും അപ്പോഴേ ഔട്ടായി അതിൽ നിന്ന്. കാരണം അവർ വിദേഹത്തിന്റെ ആളുകളാണ്, ഹവയുടെ ആളുകളാണ്, ദേഹേച്ഛയുടെ ആളുകളാണ്, ആ ഇൽമിനെ വിറ്റ് കാശാക്കുന്നവരാണ്. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹോദരങ്ങളെ ചുരുക്കി പറയണം, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ ചുരുക്കിയില്ലെങ്കിൽ ഇൽമിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ചാലും ഇൽമിന്റെ ഫദലുകൾ തീരുകയില്ല. ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് അങ്ങനെ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല, ധാരാളമുണ്ട്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത അവർ ഇൽമിനെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. ഇപ്പൊ ഒരുപാട് കാലം എനിക്കറിയാം ഒരുപാട് സുഹൃത്തുക്കളെ, അവർ, ഞാൻ പേരെടുത്ത് വിമർശിക്കുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത്, ഒരുപാട് കാലം മുജാഹിദ് സംഘടനകളുമായി പ്രവർത്തിച്ചു വരുന്നവരാണ്. അവരുടെ പള്ളികൾ പോയി അവിടെയാണ് നമസ്കരിക്കുന്നത്. എന്നാൽ ഇതുവരേക്കും അവരെ വിളിച്ചിട്ട് ഇൽമ പഠിക്കുവാൻ ഉപദേശിച്ച്, ഇൽമിലേക്ക് അവരെ നസീഹത്ത് കൊടുത്ത്, ഇൽമ പഠിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവരെ അയക്കും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. 2 ദിവസം മുമ്പ് കൂടി ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇപ്പം ഖുർആൻ തന്നെ 3 ജുസ് ഹിഫ്ളായി, നമ്മുടെ മർക്കസിലേക്ക് പഠിക്കാൻ വന്നിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എത്രയോ കാലം ഞാൻ അവരുടെ പള്ളികളിൽ പോയി, ഞാൻ ഖുർആൻ തപ്പിത്തറഞ്ഞ് ഓതുന്ന അവരുടെ പല ആളുകളും കേട്ടിട്ടുണ്ട്. ഞാൻ ഖുർആൻ തപ്പിത്തറഞ്ഞാണ് പള്ളിയിൽ ഓതുന്നത്, ഇല്ലെങ്കിൽ അവിടെ റൂമിലോ മറ്റോ ഇരുന്ന് ഓതുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നോട് അവര് അദ്ദേഹത്തിന് കിട്ടിയ ഗുണം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ മർക്കസുകളിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 3 ജുസുകളായി, ഖുർആൻ വളരെ മനോഹരമായി ഓതും. അദ്ദേഹത്തിന് പ്രായം 30-35 കുട്ടികളൊക്കെ ഉണ്ട്, ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇൽമ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെ ചേർന്ന ആളുടെ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരട്ടെ. അവർക്ക് ഇൽമിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഇൽമു ഇനി പഠിക്കണ്ടെന്ന് വിചാരിച്ചാലും അത് കഴിയൂല. എങ്ങനെയെങ്കിലും ഒക്കെ അവരെന്താവും, ഇൽമു പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരും. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെയാണ്. എവിടെ തിരിഞ്ഞാലും ഇൽമിന്റെ ചർച്ചകളും മർക്കസ് തുടങ്ങുന്ന കാര്യം 5 പേരാണെങ്കിൽ 5 പേര് വെച്ച് മർക്കസ് തുടങ്ങുക, ദർസ് തുടങ്ങുന്ന കാര്യം മാത്രം ഓരോ ചർച്ച അത്രയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കുറച്ചെങ്കിലും പഠിച്ചു പോവും. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നാൽ അങ്ങനെയല്ല മറ്റാളുകൾ. അവർ ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നതിന് മുമ്പ് തർക്കമാണ് പഠിക്കുക. തർക്കിക്കാൻ ഉഷാറായിരിക്കും, ഇൽമ പഠിക്കുവാൻ യാതൊരു ഉഷാറും കാണില്ല. അപ്പൊ ഞാൻ കൂടുതൽ ആ വിഷയത്തിൽ ദൈർഘ്യം കാണിക്കുന്നില്ല. അപ്പൊ ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രണ്ടാമത്തേത്, ഇനി ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എല്ലാ പേരിൽ നിന്നും ഇൽമ സ്വീകരിക്കുക. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആളാണെന്ന് ഉറപ്പുള്ളവരിൽ നിന്ന് ഇൽമ സ്വീകരിക്കുള്ളൂ. ഏതാളിന്റെയും പോയി കേട്ടോളൂ എന്നൊരു മാർഗനിർദ്ദേശം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളോ വിദ്യാർത്ഥികളോ അവർ സാധാരണക്കാർക്കല്ല, മുതഅല്ലിമീങ്ങൾക്ക് ആർക്കും നൽകാറില്ല. ഇൽമ പഠിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളിൽ നിന്നായിരിക്കണം. ഇക്കാര്യത്തിനെ കുറിച്ച് ചിലപ്പോൾ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു നിർദ്ദേശം പോലും ജീവിതത്തിൽ കിട്ടിക്കാണൂല. നിങ്ങൾ ഇൽമ പഠിക്കുമ്പോൾ ആരെ കിതാബാണ് വായിക്കണമെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ ആർക്കാണ് നിങ്ങളുടെ ചെവി കൊടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ എല്ലാ പേരെയും കേൾക്കാൻ പോകാൻ പാടില്ല. നിങ്ങൾ ഇനി സ്വീകരിച്ചില്ലെങ്കിലും ശരി, അങ്ങനെ കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശുഭത്തിട്ട് തരാം. ഇങ്ങനെയുള്ള ആ ശ്രദ്ധ, ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് അത് തനിയെ ഫീലാവും.
നിങ്ങൾക്ക് തനിയെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അറിയാൻ സാധിക്കും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നത് കാണാൻ സാധിക്കും. കാരണം എന്താണ്? അവരുടെ സലഫുകൾ അങ്ങനെയായിരുന്നു. സലഫുകൾ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂന ദീനകും. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചതാണ്. ഈ ദീൻ, ഈ ഇൽമ, നിങ്ങൾ പഠിക്കുന്ന ഇൽമുണ്ടല്ലോ, അത് ദീനാകുന്നു, അത് ദീനാണ്. അതിനാൽ തന്നെ നിങ്ങൾ ആരിൽ നിന്ന് ആ ദീൻ എടുക്കുന്നു എന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹു തആല പറയുകയാണ്, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് ഫിത്നകളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അവർ ഇത് ആരാണ് ഉദ്ധരിച്ചത്, ആര് പറഞ്ഞു എന്നൊന്നും നോക്കാറില്ല. ദീനിനെ കുറിച്ചാണോ പറയുന്നത്, റസൂല് പറഞ്ഞു എന്നാണോ പറയുന്നതെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നു. കാരണം അന്ന് ഫിത്നകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹു തആല പറയുന്നത്. ഹിജ്റ 100 വർഷങ്ങൾക്കുള്ളിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്, താബിഈ വര്യനാണ് ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹു തആല. അക്കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇക്കാലഘട്ടത്തിൽ ഇന്ന് 1300 വർഷങ്ങൾ കഴിഞ്ഞു. മഹാനവർകൾ പറയുകയാണ്, ഫലമ്മ വഖഅത്തിൽ ഫിത്ന, ഫിത്ന സംഭവിച്ചു തുടങ്ങിയപ്പോൾ ആരെങ്കിലും വന്ന് ദീന് പറഞ്ഞു തന്നാൽ അവര് പറയും, സലഫുകൾ പറയുമായിരുന്നു, സമ്മൂലന റിജാലക്കും, നീ ഇത് ആരിൽ നിന്ന് കേട്ടു, ആ കേട്ടവൻ ആരിൽ നിന്ന് കേട്ടു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി, അതിങ്ങോട്ട് പറഞ്ഞതാ, ആ പേരുകൾ പറയൂ, സമ്മൂലന, ആ പേരുകൾ പറയൂ. ഫയൻദുറു ഇലാ അഹ്ലി സുന്ന ഫയുഖദു ഹദീസുഹും വയൻദുറു ഇലാ അഹ്ലിൽ ബിദ്അ ഫലാ യുഖദു ഹദീസുഹും. എന്തിനു വേണ്ടിയാണ് നീ പേര് പറയേണ്ടത്? ഞാൻ നോക്കട്ടെ ഇതിൽ ആരൊക്കെയാണ് അഹ്ലു സുന്നയുടെ ആളുകളുള്ളത്, എന്നിട്ട് അവരുടെ ഹദീസ് ഞാൻ സ്വീകരിക്കാം. ആരൊക്കെയാണ് അഹ്ലുൽ ബിദ്അ എന്ന്, അവരിൽ ഏതൊക്കെ അഹ്ലുൽ ബിദ്അയിൽ നിന്നാണ് നീ കേട്ടതെന്ന് ഞാൻ നോക്കട്ടെ. അവരുടെ ഹദീസുകൾ തള്ളിക്കളയുന്നതിന് വേണ്ടിയാണത്. അപ്പോൾ സലഫുകൾ സൂക്ഷ്മത കാണിച്ചിരുന്നു. അതാണ് ഇമാം അസ്സൗരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞത്, മൻ സമിഅ മിൻ മുബ്തദിഇൻ ലം യൻഫഉഹു മാ സമിഅ. ആരാണോ ഒരു വിദ്യാർത്ഥിക്കാരിൽ നിന്ന് ഇൽമു കേട്ടത്, അവൻ അത് ഗുണം ചെയ്യാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഗുണം ചെയ്യുകയില്ല എന്ന് ഇമാം അസ്സൗരി റഹ്മഹുല്ലാഹു തആല പറയുകയാണ്. അൽ ഹസൻ ഇബ്നു മൻസൂർ റഹ്മഹുല്ലാഹു തആല പറയുകയാണ്, സുഇല അഹ്മദ് ബിൻ ഹംബൽ അൽ കിഫായയിൽ അൽ ഖത്തീബ് അൽ ബഗ്ദാദി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിച്ച അസറാണ്, സ്വഹീഹാണ് ഇതിന്റെ സനദ്. അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ ആരാണെന്ന് അറിയാമല്ലോ, ഇമാമുസ് സുന്ന, സുന്നത്തിന്റെ ഇമാം എന്നറിയപ്പെട്ട പ്രസിദ്ധനായ അഹ്ലു സുന്നത്തുൽ ജമാഅ ഹംബലി മദ്ഹബിന്റെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആലയോട് ചോദിക്കപ്പെട്ടു, അമ്മൻ നക്തുബുൽ ഇൽം, ആരിൽ നിന്നാണ് നമ്മൾ വിജ്ഞാനം എഴുതിയെടുക്കേണ്ടത്, ആരിൽ നിന്നാണ് നാം ഇൽമ പഠിക്കേണ്ടത്? ഇമാം അഹ്മദ് ഉപദേശിക്കുകയാണ്, ഖാല അനിന്നാസി കുല്ലിഹിം, എല്ലാ ജനങ്ങളിൽ നിന്ന്, ഇല്ല ആരൊഴികെ, അൻ സലാസ, 3 ആളുകൾ, 3 വിഭാഗം ഒഴികെ. ഒന്ന്, സ്വാഹിബു ഹവൻ യദ്ഉ ഇലൈഹി, ഒരു ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾ, ഒരു ബിദ്അത്തുകാരൻ, അവനിൽ നിന്ന് ഇൽമ എഴുതിയെടുക്കാൻ പാടില്ല. 2, ഔ കദ്ദാബുൻ, കളവ് പറയുന്നവൻ, കളവ് പറയുന്നവൻ, ധാരാളം കളവ് പറയുന്നവൻ, അവനിൽ നിന്ന് ഇൽമെടുക്കാൻ പാടില്ല. ഫഇന്നഹു ലാ യുക്തബു അൻഹു ഖലീലുൻ വലാ കസീർ, വളരെ കുറച്ചു പോലും അവനിൽ നിന്ന് എഴുതിയെടുക്കാൻ പാടില്ല കളവ് പറയുന്നവന്. ഇൽമ സ്വീകരിക്കാൻ പറ്റേ പാടില്ല കളവ് പറയുന്നതിൽ നിന്ന്. 3-മത്തത് ഔ അൻ റജുലിൻ, ഇനി 3-മത്തെ ആളാരാണെന്ന് അറിയുമോ? ഒരു മനുഷ്യൻ, യഗ്ലുത്തു, അവനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നു, ഫയുറദ്ദു അലൈഹി, അപ്പോൾ ആ തെറ്റുകൾ അവന് തിരുത്തി കൊടുക്കുന്നു, ഫലാ യഖ്ബൽ, ആ തെറ്റ് തിരുത്തിയത് സ്വീകരിക്കൂല. ഒരാളെ തെറ്റ് സംഭവിച്ചു, മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കും. എന്നാൽ തെറ്റ് സംഭവിച്ചിട്ട് അവനത് മടക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിക്കാതിരുന്നാൽ അവനിൽ നിന്ന് എന്ത് ചെയ്യരുത്? നീ ഇൽമ സ്വീകരിക്കരുത്. അങ്ങനെ 3 വിഭാഗക്കാർ ഇൽമ സ്വീകരിക്കരുതെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല വിദ്യാർത്ഥികളെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ 2-മത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഇൽമ എടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും. 2-മത്തെ പ്രത്യേകത. സാന്ദർഭികമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൽമ പഠിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്, മൻ തഅല്ലമ ഇൽമ, ആരാണോ ഇൽമ പഠിച്ചത്, യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ച് പഠിക്കുന്ന ഇൽമ, അതായത് ശർഈയായ ഇൽമ,
അതാണല്ലോ അള്ളാഹുവിന്റെ വചനം നമ്മൾ കാംക്ഷിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ശർഈയായ ഇൽമ് ആരാണോ പഠിച്ചത് ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ എന്തെങ്കിലും സൗകര്യം കിട്ടുന്നതിന് വേണ്ടി ആ ഇൽമ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിന്റെ മണം പോലും ലഭിക്കില്ല. അപ്പൊ ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ലാസ് ഉണ്ടാവണം. എന്തിനാ ഇൽമ പഠിക്കേണ്ടത്? അള്ളാഹുവിന്റെ ദീന് എനിക്ക് പഠിക്കണം, അത് ഞാൻ എന്തു ചെയ്യണം? ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ഇന്ന് ഈ നീയത്തോടു കൂടി ആരെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാലും അവരുടെ നീയത്തിന് എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ്. ചിലപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില സംഘടനകളുടെ കോളേജുകളിൽ കാണാൻ സാധിക്കും, പഠിക്കാൻ പോകുന്ന ഇഖ്ലാസോടുകൂടിയൊക്കെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അവിടെ ചിലപ്പോൾ മാഷന്മാർ പറഞ്ഞു കൊടുക്കും, പരീക്ഷ ഇതിൽ ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ അവസാനം അടുത്ത ഡിഗ്രിക്ക് പഠിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ ജോലി കിട്ടൂല. ചിലപ്പോൾ ഇഖ്ലാസോടുകൂടി ആയിരിക്കും ഓൻ പഠിക്കാൻ പോകുന്നത്. അവിടെ കോളേജിൽ കയറി ഒരു 2 വർഷം കഴിയുമ്പോൾ ഓന്റെ നീയത്ത് എത്ര എങ്ങനെയെങ്കിലും എക്സാം എഴുതണം, പാസ്സാവണം, ഏതെങ്കിലും ജോലി എവിടെയെങ്കിലും അറബി സാറായിട്ട് കയറണം. എന്റെ നാട്ടിലുള്ള ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു യുവാവ്, നല്ല ഇഖ്ലാസോടുകൂടി പഠിക്കാൻ പോയി, പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ചെക്കൻ, ഇപ്പോൾ UP സ്കൂളിൽ അറബി പഠിപ്പിക്കുക. ഇൽമ നാം പഠിക്കുന്നത് എന്തിനാ? UP സ്കൂളിൽ അറബി സാറാവാൻ വേണ്ടിയാണോ? സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി. 100 വർഷമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ദഅവത്ത് തുടങ്ങിയിട്ട് 100 വർഷം. ഇപ്പൊ 100ാം സമ്മേളനത്തൊക്കെ അവർ നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മളിത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആരെയും വിമർശിച്ച് ഒരാളിനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി എന്തെങ്കിലും ദുനിയവിയായി ഒന്നും നമുക്ക് നേടാനില്ല. ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. 100 വർഷമായി ദഅവത്ത് നടത്തി. എടുത്തു പറയാൻ പറയുന്ന എത്ര ആലിമീങ്ങളുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ? എത്ര ആലിമീങ്ങളുണ്ട്? ശരിക്കും ആലിമീങ്ങൾ എന്ന് വിളിക്കാൻ പറ്റിയ ഷെയ്ഖ് മുഖ്ബർ റഹ്മത്തുള്ളാഹി തആല യമനിൽ ദഅവത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷവും ആ ദഅവത്ത് അവിടെ തുടങ്ങി? 1970കളിലാണ് അവിടെ തുടങ്ങുന്നത് ദഅവത്ത്. ഇപ്പോൾ 2024, ഏകദേശം 50 വർഷം. അതായത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ദഅവത്ത് തുടങ്ങിയ പകുതി വർഷമേ ആയുള്ളൂ. എവിടെ ദഅവത്ത് തുടങ്ങിയിട്ട്? യമനില്. ഇനി യമനില് കേരളത്തിന്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിരുന്നു. കാരണം കേരളത്തിൽ പിന്നെ കുറച്ചെങ്കിലും ഒരു ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടെ ഒന്ന് പറഞ്ഞ് രണ്ടിന് എന്താണ്? തോക്കാണ്, ഇല്ലെങ്കിൽ വെടിയും വെട്ടുമാണ്. അവിടെ അത്രത്തോളം ഷിയാക്കളാണ്. ആരല്ല? സൂഫികളല്ല, ഷിയാക്കളുടെയാണ് ഈ ദഅവത്ത് നടക്കുന്നത്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാഫിളീങ്ങൾ. വളരെ നികൃഷ്ടരാണ്, കണ്ണിച്ചോറയില്ലാത്ത ആളുകളാണ് സുന്നികളോട്. സുന്നി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുന്നി ഏത് സുന്നി ആയാലും ശരി, അവർക്ക് പിന്നെ സംഘടനയൊന്നുമില്ല. ഏത് സുന്നി ആയാലും അവനെ എങ്ങനെയെങ്കിലും നീ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലുക എന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം നികൃഷ്ടരാണ് സുന്നികളോട്. അവർക്കിടയിലാണ് ശൈഖ് മുഹമ്മദ് ദഅവത്ത് തുടങ്ങിയത്. ഇപ്പൊ 1000കണക്കിന് പണ്ഡിതന്മാരുണ്ട് യമനിൽ. 1000കണക്കിന് കിതാബുകൾ അവർ രചിച്ചിട്ടുണ്ട്. 1000കണക്കിന് കിതാബുകൾ, 1000കണക്കിന് വിദ്യാർത്ഥികൾ, ഖുർആൻ ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, ബുഖാരി ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, മുസ്ലിം ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ബുലൂഗുൽ മറാഖിം, റിയാദുസ് സ്വാലിഹീൻ, സഹീഹിന്റെ കിതാബ്, ഹദീസിന്റെ കിതാബുകൾ ഹിഫ്ളാക്കിയ ധാരാളം വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. ആ 50 വർഷം മുജാഹിദ് ദഅവത്ത് തുടങ്ങിയ പകുതി വർഷമേ ആയുള്ളൂ. എന്തുകൊണ്ട് അവർ ഇൽമിന് പ്രാധാന്യം നൽകി, തമയ്യൂസിന് പ്രാധാന്യം നൽകി, ഇൽമ് എടുക്കുന്ന വിഷയത്തിന് പ്രാധാന്യം നൽകി? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയുമോ കേരളത്തിൽ സലഫി ദഅവത്തിന്റെ വക്താക്കളായി നടക്കുന്ന നേതാക്കന്മാരിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ഒരാളിനെങ്കിലും നമുക്ക് കാണിച്ചാൽ സാധിക്കുമോ? ചിലപ്പോ ഒന്ന് കിട്ടിയാ കിട്ടി, നമുക്കാരെ അറിയില്ല. ഇനിയിപ്പോ നിങ്ങളെ പരിചയത്തിലുണ്ട് ഇതിന് 1 2 കിട്ടും. ബുഖാരി ഹിഫ്ളാക്കിയ ഒരാളിനെ കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. ബുഖാരി ഹിഫ്ളാക്കിയ എന്റെ മശായിഖ്മാർ ഷെയ്ഖ് അദ്നാൻ മസ്കരി ബുഖാരി മുസ്ലിം ഹിഫ്ളാക്കിയ ആളാണ്. 40 വയസ്സ് തമ്മിലുള്ള, ചിലപ്പോൾ അതിനേക്കാളും പ്രായമുള്ള ആളുകൾ ഇവിടെ പണ്ഡിതരായി നടക്കുന്നുണ്ടാവും. ഷെയ്ഖ് അബൂ അംർ ബുഖാരി മുസ്ലിം ഹിഫ്ളാക്കിയ ആളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് എനിക്ക് പറയാൻ സാധിക്കും. യൂസുഫ് അശ്ശറബി, ഒരുപാട് ആളുകൾ ബുഖാരിയും മുസ്ലിമും ഹിഫ്ളാക്കിയ ആളുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ആളിനെ, അത് സലഫിന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരല്ല, ഇൽമിന്റെ വലിയ കിതാബിന്റെ ആൾക്കാരെന്ന് പറഞ്ഞെടുക്കുന്ന സൂഫിയാക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുഖാരി ഹിഫ്ളാക്കിയ ആളിനെ കാണാൻ സാധിക്കും. 40 നബി ഹിഫ്ളാക്കിയ ആളുകളും കാണാൻ സാധിക്കില്ല. പിന്നെയാണ് ബുഖാരി, മുസ്ലിം പോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഹിഫ്ളാക്കിയ. നമുക്കത് അത്ഭുതമായിരിക്കും. അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞ് അടുത്ത റിയാദുസ് സ്വാലിഹീനും ബുലൂഗുൽ മറാമിം ഹിഫ്ളാക്കി നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ സഹോദരങ്ങളെ, സലഫി ദഅവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത നാം പറഞ്ഞത്, അത് ഇൽമ എടുക്കുന്ന കാര്യത്തിൽ അവർ അങ്ങേയറ്റം സൂക്ഷ്മത പ്രവർത്തിക്കും. ആരിൽ നിന്നാണ് എടുക്കുന്നത് അവർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ സാന്ദർഭികമായി മറ്റൊരു കാര്യം ഉണർത്തി, അവർ ഇൽമ പഠിക്കുന്ന അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയോ, ഏതെങ്കിലും സ്കൂളിൽ സാറാവാൻ വേണ്ടിയോ, ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക, സലഫി പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ തന്നെ അധികം പേരും പാർട്ട് ടൈം പണ്ഡിതന്മാരായിരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പല പല ഉദ്യോഗസ്ഥർ, സാറന്മാരായിരിക്കും പല ആൾക്കാരും. ഇത് പാർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാം, ദഅവത്തെടുക്കുന്ന ആളുകളാണ്. ഇതൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനിടയിൽ കാണാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മശായിഖ്മാർക്കിടയിൽ കാണാൻ സാധിക്കൂല. അങ്ങനെ ജോലി ചെയ്യുന്ന ഹറാമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരാൾ ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനെയാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത്, ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്. അപ്പൊ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഇൽമി എടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത, അത് വിഷയം മാറിപ്പോരുത്. അപ്പൊ അതിൽ നമ്മൾ ആ 2 പോയിന്റുകൾ, ഒന്ന് ഇൽമിനോട് മഹബത്തുള്ളവരായിരിക്കും, 2 ഇൽമ സ്വീകരിക്കുന്നത് അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളിൽ നിന്ന് മാത്രമായിരിക്കും. അതിനിടയിൽ സാന്ദർഭികമായിട്ട് നമ്മൾ ഇഖ്ലാസിന്റെ കാര്യത്തിൽ ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ.